നിങ്ങളെപ്പോലെ എ സി റൂമിനകത്ത് മാത്രം ഇരുന്ന് പണി ചെയ്യുന്നവരല്ല. ജനിച്ചത് മുതൽ സ്കിൽഫുൾ ആയിട്ടുള്ള വ്യക്തികളാണ്. അവരുടെ സ്കില്ല് വരണമെങ്കിൽ നിങ്ങൾ വീണ്ടും ഒരു ജന്മം കൂടെ ജനിക്കണം സാർ. സത്യത്തിൽ ഈ കൊച്ചിന്റെ പ്രശ്നം എന്താണ്? ഞങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ അധികാരികളോട് ഞങ്ങൾ ചോദിക്കുന്നു. ഞങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ അധികാരികളോട് ഞങ്ങൾ ചോദിക്കുന്നു. അപ്പൊ ഞങ്ങളൊക്കെ ആരാ? ഞങ്ങളും ഈ ഞങ്ങളിൽപ്പെട്ട ആൾക്കാർ തന്നെയാ. സാധാരണ നമുക്ക് അച്ഛൻ നഷ്ടപ്പെട്ട കുട്ടികളെ കണ്ടു കഴിഞ്ഞ ഒരു സഹതാപവും വല്ലാത്തൊരു സിമ്പതിയൊക്കെ തോന്നുമല്ലോ. ഇത് പക്ഷേ സിമ്പതി തോന്നുന്നില്ല എന്ന് മാത്രമല്ല, വെറുപ്പിന്റെ അങ്ങേറ്റമാകുക എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചതിന് ശേഷം ഇപ്പോൾ ഞങ്ങളുടെ സമുദായത്തിൻ്റെ ആവശ്യമാണ് പറഞ്ഞത്. കൃത്യമായിട്ടും ഞങ്ങളുടെ സമുദായത്തിൻ്റെ ആവശ്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. ഈ പയ്യൻ പറഞ്ഞ കാര്യത്തിൽ രണ്ട് പ്രശ്നങ്ങളാണ് എനിക്ക് തോന്നിയത്. ഒന്ന്, സമുദായത്തിൻ്റെ ആവശ്യം. ഇപ്പോൾ അച്ഛനെ കാണുന്നില്ല, അച്ഛനെ തിരയണമെന്ന് പറയുമ്പോൾ അത് സത്യത്തിൽ സമുദായവുമായിട്ട് ബന്ധപ്പെടുത്തി ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സംസാരിക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരു മത്സ്യത്തൊഴിലാളി പോയാലും ഒരു സാധാരണ ഒരു പയ്യനോ ഒരു മനുഷ്യൻ കടലിൽ ഇറങ്ങി കുളിക്കാൻ പോയി എന്തെങ്കിലും അബദ്ധത്തിൽ ഒഴുകിപ്പോയാലും സർക്കാർ ചെയ്യേണ്ട കാര്യം സർക്കാർ ചെയ്യണമല്ലോ. അതിപ്പോൾ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. അതിപ്പോൾ മോനിപ്പോൾ ഈ സാഹചര്യത്തിൽ സമുദായത്തിന് കൂട്ടുപിടിക്കേണ്ട കാര്യമില്ല. ഇവിടെ വന്ന വകുപ്പ് മന്ത്രി അടക്കം ആ ആവശ്യങ്ങൾ ശരിയാണെന്ന് അംഗീകരിച്ചു പോയവരാണ്. ഈ കാര്യങ്ങൾ, ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾ കൃത്യമായിട്ടും ഞങ്ങളുടെ അധികാരികളോടാണ് ചോദിക്കേണ്ടത്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇപ്പോഴാണോ നിങ്ങളുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിക്കേണ്ട സമയം ഇതാണോ? നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങളുടെ അച്ഛനല്ലേ? അപ്പം അച്ഛനെ എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കുക, തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു ശ്രമങ്ങൾ നടത്താൻ എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുക അതല്ലേ നിങ്ങൾ ആവശ്യപ്പെടേണ്ടത്. അല്ലാതെ നിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ളൊരു സമയമായിട്ടാണോ നിങ്ങൾ ഇതിനെ കാണുന്നത്? അപ്പം നിങ്ങൾ മുതലെടുപ്പ് നടത്തുന്ന ഒരു സാഹചര്യമാക്കി മാറ്റുകയാണോ അത്? അങ്ങനെയല്ലല്ലോ. ഒന്നാമത്തെ കാര്യം, ഈ സർക്കാർ വന്നിട്ട് 2 മാസം 3 മാസത്തിൽ താഴെയല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു സർക്കാരിനോട് സംസാരിക്കേണ്ട രീതിയിലല്ല. നിങ്ങൾ ഉദ്യോഗസ്ഥരെയാണ് കുറ്റപ്പെടുത്തിയിരുന്നെങ്കിൽ ഞങ്ങൾ ആരും നിങ്ങളെ കുറ്റം പറയില്ല. പക്ഷേ ഇത് പറഞ്ഞത് എന്താണ്? മോൻ്റെ സഹോദരി എന്തൊക്കെ വിടുവായത്തങ്ങളും എന്തൊക്കെ അനാവശ്യങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെയാണ് നമ്മുടെ ഇപ്പോൾ ചാർജെടുത്ത മുഖ്യമന്ത്രിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ അച്ഛനെ കണ്ടുപിടിക്കാനുള്ള എന്തെല്ലാം രക്ഷാപ്രവർത്തനങ്ങൾ വേണോ അത് ചോദിച്ച് വാങ്ങിക്കുക എന്നുള്ളതിന് പകരം മുഖ്യമന്ത്രി ഇനി ഇവിടെ വേണ്ട എന്നുള്ള രീതിയിലല്ല സംസാരിച്ചുകൊണ്ടിരിക്കണം. അതല്ലേ ശരിയല്ലാത്തത്? അവകാശങ്ങളും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നേടിയെടുക്കേണ്ട സമയം ഇതല്ല. എങ്ങനെയെങ്കിലും അച്ഛനെ തിരിച്ചു കൊണ്ടുവരാനുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കുന്നതിന് പകരം നിങ്ങൾ സംസാരിച്ചത്, മോൻ്റെ സഹോദരി സംസാരിച്ചത് വേറെന്തൊക്കെയോ ആണ്. അറിയാമോ? ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങളുടെ അധികാരികളോടാണ് ചോദിക്കേണ്ടത്. അങ്ങനെ ചോദിക്കുമ്പോൾ ആർക്ക് എവിടെയാണ് പൊള്ളുന്നത്? ഞാൻ ചോദിക്കുന്നത് അതാണ്. ഈ അനാവശ്യമായ കമന്റുകളും അനാവശ്യമായിട്ടുള്ള ഇതിടുന്നവരോട് ഞാൻ ചോദിക്കുന്നു, ഈ അനാവശ്യം ആദ്യം പറഞ്ഞത് ആരാണ് മോനെ? മോൻ്റെ സഹോദരിയല്ലേ ആദ്യം അനാവശ്യം പറഞ്ഞത്? അത് 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യമല്ല, ദിവസവും വന്നിരുന്ന ചാനലിൻ്റെ മുമ്പിൽ വന്നിരുന്നത്. അതും ഒരേ ഒരു ചാനലിൻ്റെ മുമ്പിലാണ്. നിങ്ങൾ ഈ പറയുന്ന സമുദായത്തിൻ്റെയും വെറുപ്പ് മൊത്തം നിങ്ങൾ മേടിച്ചെടുത്തു ശരിക്കും. അപ്പോൾ അനാവശ്യം ആദ്യം പറഞ്ഞത് എവിടെ നിന്നാണ്? അനാവശ്യം എവിടെ നിന്നാണ് ആദ്യം തുടങ്ങിയത്? പിന്നെ സോഷ്യൽ മീഡിയയിൽ അവർ പറയുന്നത് കേട്ടിട്ട് അതിന് ഉത്തരം മന്ത്രി പറയണം അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയണം എന്നൊക്കെ പറഞ്ഞാൽ ശരിയാവും? ഒരു കാര്യം ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് ഇങ്ങനെയുള്ള തിരച്ചിൽ ഇപ്പോൾ നടക്കുന്നത്. അതെല്ലാവർക്കും അറിയാന്നുള്ളതാണ്. എങ്ങനെ ചോദിച്ചോണ്ട്? മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി പണി നോക്കട്ടെ, താൻ ആരാടോ, അയാൾക്ക് എന്തറിയാം, തനിക്ക് പറ്റില്ലെങ്കിൽ വേറെ പണിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണോ ഇപ്പോഴും ഈ തെരച്ചിൽ നടക്കുന്നത് എന്നാണോ മോൻ്റെ മൂഢധാരണ? അങ്ങനെയൊന്നുമല്ല. കാര്യം എന്തെന്ന് വെച്ചാൽ, ആദ്യം നടന്ന സെർച്ചാണോ ഇപ്പം നടക്കുന്നത്? നോക്കി കാണുന്നവർക്ക് അറിയാമല്ലോ, ആദ്യം നടന്ന സെർച്ചാണോ ഇപ്പം നടക്കുന്നത്. അതായത് ഞങ്ങൾ കളക്ടറേറ്റിൽ പോയി ചോദിച്ചതിന് ശേഷമാണ് ഡ്രോണിയറിൻ്റെ, അതായത് ഏരിയൽ സെർച്ച് 3 മണിക്കൂറായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. 3 മണിക്കൂറായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം, തിരച്ചിൽ കണ്ടിന്യൂസ് ആയിട്ട് ഊർജിതമാക്കാം എന്നുള്ള കാര്യങ്ങൾ, ഓക്കെ, ആ സൈഡിലുള്ള തെരച്ചിൽ നടത്താം എന്നുള്ള കാര്യങ്ങൾ വരുന്നത്. ഈ പയ്യൻ പറഞ്ഞ എന്താന്ന് മനസ്സിലായില്ലേ? ഒരു കാര്യം നടത്തിയെടുക്കണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ തന്തക്കും തള്ളക്കും വിളിപ്പിച്ച് നടത്തിയെടുക്കാം എന്നാണ് നമ്മളടുത്ത് പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ഇപ്പോൾ. അല്ലാണ്ട് മര്യാദയിൽ സംസാരിക്കാൻ പാടില്ല. കാര്യങ്ങൾ നടക്കണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ തന്തക്കും വിളിക്കണം എന്നുള്ളതാണ് പറഞ്ഞു തന്നത്. വിവരം എന്ന് പറയുന്നത് തൊട്ട് തിന്നിയിട്ടില്ല എന്ന് തോന്നുന്നു. എന്താവശ്യങ്ങളും നമുക്ക് മാന്യമായിട്ട് ചോദിച്ചു വാങ്ങിച്ചുകൂടെ മോനെ? ഞങ്ങൾ ചോദിച്ചില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ഞങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ അധികാരികളോട് ഞങ്ങൾ ചോദിക്കുന്നു. ഞങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ അധികാരികളോട് ഞങ്ങൾ ചോദിക്കുന്നു. അപ്പം ഞങ്ങളൊക്കെ ആരാ? ഞങ്ങളും ഈ ഞങ്ങളിൽപ്പെട്ട ആൾക്കാർ തന്നെയാ. അപ്പോൾ അനാവശ്യങ്ങൾ പറയുമ്പോൾ
ഞങ്ങളും ചിലപ്പോൾ നിങ്ങൾക്കെതിരെ പ്രതികരിക്കും. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്ന കേട്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് എന്താണെന്നറിയോ? മുഖ്യമന്ത്രി നേരിട്ട് വന്ന് തെരച്ചിൽ നടത്തണം എന്നൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. അത് ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾ അങ്ങേരെ വായി തോന്നിയതൊക്കെ വിളിച്ച് പറയാന്ന് പറഞ്ഞാൽ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക? അപ്പൊ അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും അങ്ങനെ ക്ഷമിച്ചിരിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. ചിലർ വന്ന് നിങ്ങൾ പറയുന്നതിനേക്കാളും രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ ചിലപ്പോൾ തിരിച്ചു കിട്ടും. അതിന് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. മര്യാദയോടെ ആവശ്യങ്ങൾ സംസാരിച്ച് നേടിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റണം. അല്ലാതെ ഞങ്ങൾ മര്യാദ ഇല്ലാത്തവരാണ്, നിങ്ങൾ ഞങ്ങളെ കണ്ടോ എന്നും പറഞ്ഞ് നിങ്ങൾ ദിവസവും വന്ന് ഇങ്ങനെ സ്വയം പ്രദർശിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരു വിവരവുമില്ലാതെ അതിനെപ്പറ്റി ഒരു കാര്യം അറിയാതെ നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിടുന്നത് കൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇതിനെപ്പറ്റി എനിക്ക് സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല. ഇതിന് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട്. അത് മനസ്സിലായി. സപ്പോർട്ട് ചെയ്യുന്ന കുറെ പേരില്ലെങ്കിലും കുറച്ച് പേരൊക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഡെയിലി വന്ന് നിങ്ങൾ കോലും പിടിച്ചിട്ട് ഒരു ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് നിങ്ങളെ കൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ പറയിപ്പിക്കുന്ന ആൾക്കാരെ നമുക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് ആർക്കും ഒന്നും അറിയില്ല, എല്ലാം അറിയുന്ന ആൾക്കാരാണ് നിങ്ങൾ. അതുകൊണ്ടാണ് ഒട്ടും മാന്യമില്ലാത്ത രീതിയിൽ മുഖ്യമന്ത്രിനെയും ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ ഇങ്ങനെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കണം. മനസ്സിലായി? ഇപ്പൊ ഞങ്ങളൊന്നും പറയണില്ല, കാരണം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തോന്നണു. ശരിയെന്നാ. പക്ഷേ കുറച്ച് പേര് അനാവശ്യമായിട്ടുള്ള കമന്റ്, വൃത്തികെട്ട കമന്റുകളൊക്കെ ഇടുന്നവരോട് എൻ്റെ ചേച്ചിക്ക് സോഷ്യൽ മീഡിയ ഹോൾഡ് ഇല്ല, അതുകൊണ്ട് അവൾ അത് അറിയുന്നില്ല. പക്ഷെ കുറച്ച് പേര് വന്നവർ ഞങ്ങൾക്ക് അത് സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു തന്നു. ആ സ്ക്രീൻഷോട്ട് കണ്ടപ്പോഴെങ്കിലും ഒന്ന് മനസ്സിലാക്കണ്ടേ മോന് മനസ്സിലായാൽ ആ ചേച്ചിക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പം മനസ്സിലാക്കണ്ടേ? ഇനിയിപ്പോൾ അത് മനസ്സിലായില്ലെങ്കിൽ ഇനിയിപ്പോൾ ഞങ്ങളിത് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം നമ്മൾ പറയുന്നത് എന്താണ്, നമ്മുടെ നാവ് കൊണ്ട് നമ്മുടെ വായ കൊണ്ട് വേറൊരാൾ നമ്മൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബോധം നമുക്കില്ലെങ്കിൽ, ഇനിയിപ്പോൾ വേറൊരാൾ കാണിച്ചു തന്നാലും മനസ്സിലായില്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ ആരും ഒന്നും നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് മനസ്സിലാക്കണം, ഇത് ഞങ്ങൾ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് സംസാരിച്ചതല്ല. ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ച് നിങ്ങൾ ആ ഒരു കണ്ടന്റിനെ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. അത് മനസ്സിലായി. അത് ആദ്യമേ മനസ്സിലായി. ഇതിപ്പോ ആരോ പറഞ്ഞു കൊടുത്തേക്കുന്ന ഒരു ബുദ്ധിയാണ്. കൊള്ളാം കേട്ടോ. ഇവിടെ ഉള്ളവരും പഠിച്ചവരാണ് സാർ, ഇവിടെ ഉള്ളവരും ഡോക്ടേഴ്സ് ആണ് സാർ, ഇവിടെ എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഇവിടെ എല്ലാ മേഖലയിലും പഠിക്കുന്ന കുട്ടികളുണ്ട്. നിങ്ങളെ പോലെ AC റൂമിനകത്ത് മാത്രം ഇരുന്ന് പണി ചെയ്യുന്നവരല്ല. ജനിച്ചത് മുതൽ സ്കിൽഫുൾ ആയിട്ടുള്ള വ്യക്തികളാണ്. അവരുടെ സ്കില്ല് വരണമെങ്കിൽ നിങ്ങൾ വീണ്ടും ഒരു ജന്മം കൂടെ ജനിക്കണം സാർ. സത്യത്തിൽ ഈ കൊച്ചിന്റെ പ്രശ്നം എന്താണ്? അച്ഛനെ കാണാതായതാണോ, വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിട്ട് തുടരുന്നതാണോ? എനിക്ക് മനസ്സിലാവണില്ല. ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഇലക്ഷൻ നിന്ന് നിങ്ങൾ ജയിക്കേണ്ടിയിരുന്നില്ലേ? എന്തുകൊണ്ട് ജയിച്ചില്ല കൊച്ചേ? എന്താണ് ഈ കൊച്ചിന്റെ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവണില്ല. സാധാരണ നമുക്ക് എല്ലാവർക്കും, നമ്മൾ കൂടുതൽ പറയാത്തത് എന്താന്ന് വെച്ചാൽ, അച്ഛനെ കാണാതായിട്ട് അതിന്റെ വിഷമത്തിലിരിക്കുന്ന ഒരു കുട്ടിയാണല്ലോ എന്നുള്ളൊരു ആ ഒരു ചിന്തയിലാണ് നമ്മൾ പലതും പറയാൻ തോന്നിയിട്ടും പറയാത്തത്. പക്ഷേ ഇത് അതിര് കിടക്കുകയല്ലേ. ഇന്ന് ഇത് 7ാമത്തെ ദിവസമാണ് പപ്പനെ കാണാതായിട്ട്. അപ്പം ഊർജിതമായ അന്വേഷണം നടക്കേണ്ടത് ഇന്ന് 7ാമത്തെ ദിവസത്തിലല്ല. അതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. മോള് പറയുന്നതൊക്കെ കാര്യമാണ്. ഇപ്പൊ മോള് ഈ പറയുന്ന രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നതെങ്കിൽ നമ്മളെല്ലാവരും മോളുടെ കൂടെ എല്ലാവരും ഉണ്ടാകും. ഇതങ്ങനെയല്ലല്ലോ. മോള് സംസാരിച്ച് വേറൊരു രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞെത്തിക്കുന്നത്. മോളുടെ ആവശ്യം വേറെ എന്തോ ആണെന്നുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലാവുന്നത്. മോൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മോളുടെ അച്ഛനല്ലേ. അപ്പം അതിനല്ലേ പ്രാധാന്യം കൊടുക്കേണ്ടത്. അവിടെ ആര് ഭരിക്കുന്നു എന്നുള്ളതിനേക്കാൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ലെങ്കിൽ അത് പറയണം. പക്ഷേ മുഖ്യമന്ത്രിയെ നോക്കണ്ട, ഒരാളെ അധിക്ഷേപിക്കുന്നതിനൊരു പരിധിയില്ലേ മോളെ? ഇതിനു മുമ്പുള്ള സർക്കാരായാലും നിങ്ങൾ കടപ്പുറത്ത് വന്നിട്ട് കടപ്പുറത്ത് ഇറങ്ങാൻ പോലും സമ്മതിക്കാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എവിടെയെല്ലാം ആരെല്ലാം അബദ്ധങ്ങൾ എല്ലാവർക്കും പറ്റില്ല. പക്ഷെ പുള്ളി ചെയ്ത അബദ്ധം എന്താണ്? പുള്ളി കൃത്യമായിട്ട് കാര്യങ്ങൾ നീക്കുന്നില്ലേ? അങ്ങേർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങേര് കൃത്യമായിട്ട് ചെയ്യണില്ലേ? ആക്ച്വലി ഞങ്ങൾ ഞങ്ങളുടെ അച്ഛന് വേണ്ടിയിട്ടുള്ള ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ആക്ച്വലി മോള് ആ ഉദ്ദേശത്തിലല്ല സംസാരിക്കുന്നത്. മോളുടെ ആവശ്യം വേറെ എന്തോ ആണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യമല്ല ഞങ്ങളിത് പറയുന്നത്. ഇത് സർക്കാരിന് പറ്റിയ വീഴ്ചയാണ്. ഇത് ഇന്നും ഇന്നലെയും പറ്റുന്ന വീഴ്ചയല്ല. കാലാകാലമായി ഹിസ്റ്റോറിക്കലി നടന്നു വരുന്ന ഒരു നെഗ്ലിജൻസ് ആണ്. യെസ്, there you are. ഹിസ്റ്റോറിക്കലി ആ വേർഡ് യൂസ് ചെയ്തത് ശരിയല്ല. എന്നാലും നമ്മൾ ഉദ്ദേശിച്ച കാര്യം അർത്ഥം മനസ്സിലായി. ഈ സർക്കാർ, അതായത് വി ഡി സതീശന്റെ സർക്കാർ കയറിയിട്ട് 2 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ സർക്കാരിനോടാണ് സർക്കാരിനോടുമല്ല മോള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വി ഡി സതീശനെ വ്യക്തിപരമായിട്ട് വ്യക്തിഹത്യയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഒരുപാട് നാളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നെഗ്ലിജൻസ് ആണെന്ന് മോൾക്ക് അറിയാം, മോൾ പറയുകയും ചെയ്യുന്നു. ഇത് ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് നമ്മളറിയാതെ, നമ്മുടെ ഉപബോധം മനസ്സിൽ നിന്ന് തന്നെ നമ്മളറിയാതെ പറയുന്ന കാര്യങ്ങളാണ്. കേരളത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും കോൺട്രിബ്യൂട്ട് ചെയ്ത വേറെ ഏതെങ്കിലും കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ISROക്ക് സ്വന്തം നാടും വീടും എല്ലാം ഉപേക്ഷിച്ച് കൊടുത്ത ഒരു സംഘടനയാണിത്. ഈ ടെക്നോളജി കൊണ്ട് ഇന്ന് ISRO എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു വലിയ മുതൽക്കൂട്ടാണ്. ആ മുതൽക്കൂട്ടിന് കൊണ്ട് ഈ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് കൊണ്ട് കോസ്റ്റൽ കമ്മ്യൂണിറ്റിക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? ഇതൊന്നും അറിയാത്ത ആൾക്കാരാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ കൊച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ISROയിലെ ആൾക്കാർക്ക് ഒന്നും അറിയില്ല, ഈ ഭരിക്കുന്നവർക്ക് ഒന്നും അറിയില്ല. ഈ ഭരിക്കുന്നവർക്ക് ഒന്നും അറിയാത്ത ആൾക്കാരായിരുന്നു ഈ 10 വർഷം ഭരിച്ചുകൊണ്ടിരുന്നത്. ഒന്ന് മനസ്സിലാക്കുക കൊച്ചേ, എല്ലാം അറിയാമെന്നുള്ളൊരു ധാരണയിൽ നമുക്ക് വല്ലാതെ ആയിപ്പോണു. അച്ഛനെ കാണാതിരിക്കുന്ന ഒരു കുട്ടിയായതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും പറയാനും തോന്നണില്ല. പക്ഷെ ഈ കുട്ടിയുടെ ഉദ്ദേശം അതൊന്നും അല്ലല്ലോ. എനിക്ക് എന്തൊക്കെ അറിയാം, എല്ലാം നമുക്ക് പറയുന്നതിന്, നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറയുന്നതിന് ഒരു അവസരമുണ്ട്. ആ അവസരത്തിലല്ലേ കുട്ടി ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കുട്ടിയുടെ ഇപ്പോഴത്തെ ആവശ്യം എന്താണ്, അതല്ലേ പറയേണ്ടത്. അല്ലാതെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ മുഴുവൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യും. ഇങ്ങനെയാണ് കാര്യങ്ങൾ ഈ ലോകത്ത് ചെയ്യേണ്ടത്. ഇങ്ങനെയാണോ ഒരാൾ അച്ഛനെ കാണാതിരിക്കുമ്പോൾ അന്വേഷിക്കുന്നത്? വല്ലാത്ത കഷ്ടം തന്നെ മോളെ.